നമ്മുടെ കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന ഗ്രാമീണ തൊഴിലാളി വേതനമുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനം ആ നിലയിൽ കേരളമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലാണ് കേരളത്തിൻ്റെ ഈ നേട്ടം. നിർമ്മാണ, കാർഷികേതര മേഖലകളിൽ കേരളത്തിലെ തൊഴിലാളികൾ ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന വരുമാനം നേടുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച 2023-24 ഇന്ത്യൻ സ്റ്റേറ്റ് സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകളുടെ ഹാൻഡ്ബുക്ക് പ്രകാരമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ഗ്രാമീണ തൊഴിലാളി വേതനമുള്ള സംസ്ഥാനമായി കേരളം അംഗീകരിക്കപ്പെട്ടത്. നിർമ്മാണ തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിന്റെ ദേശീയ ശരാശരിയായ 417 രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ ശരാശരി 894 രൂപയാണ്. കേരളത്തിൽ കർഷക തൊഴിലാളികൾ പ്രതിദിനം 807 രൂപ സമ്പാദിക്കുമ്പോൾ ദേശീയ ശരാശരി കേവലം 372 രൂപയാണ്. സംസ്ഥാനത്തെ കാർഷികേതര തൊഴിലാളികൾ പ്രതിദിനം 735 രൂപയാണ് സമ്പാദിക്കുന്നത്. എന്നാൽ ദേശീയ ശരാശരി 371 രൂപ മാത്രമാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള ശക്തമായ സംസ്ഥാന നയങ്ങൾ, ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം, തൊഴിലാളികളുടെ ക്ഷേമത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാണ് ഈ നേട്ടത്തിന് കാരണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കൂടുതൽ സുസ്ഥിരവും തുല്യവുമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകി. തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കി തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കുവാൻ തൊഴിൽ വകുപ്പ് ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. തൊഴിൽ മേഖലയിലെ തർക്കങ്ങൾ കേരളത്തിൽ തുലവും കുറവാണ്. തർക്കങ്ങളുണ്ടായ ഉടൻ തന്നെ ലേബർ ഓഫീസർമാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് രമ്യമായ പരിഹാരം കാണാറുണ്ട്. രാജ്യത്ത് തന്നെ പൊതുമേഖലാ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. 85 മേഖലകളിൽ മിനിമം വേതനം പ്രഖ്യാപിച്ച ഏക സംസ്ഥാനവും കേരളം തന്നെ. കൂടുതൽ വ്യവസായ സൗഹൃദവും തൊഴിൽ സൗഹൃദവുമായ സംസ്ഥാനമായും കേരളം ഇതിനകം മാറിക്കഴിഞ്ഞു. രാജ്യത്ത് തൊഴിൽ ക്ഷാമം രൂക്ഷമാകുമ്പോഴാണ് തൊഴിൽ മേഖലയിൽ കേരളത്തിന്റെ ഈ മുന്നേറ്റം. ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ചിന്റെ പഠനത്തിലും സംസ്ഥാനം തൊഴിൽ മേഖലയിൽ കൂടുതൽ വളർച്ച കൈവരിച്ചതായി കണ്ടെത്തിയിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.